ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തീവ്ര വർഗീയ പരാമർശവുമായി ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി 80% മുസ്ലിങ്ങളുള്ള രാജ്യത്തെ പാർലമെന്റിൽ മറ്റു മതത്തിലെ ഒരാളും എത്താൻ അനുവദിക്കരുതെന്നാണ് സ്ഥാനാർത്ഥിയായ അഫ്സൽ ഹുസൈന്റെ ആഹ്വാനം. രാജ്യഭരണം ഖുർആൻ അനുസരിച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് പറഞ്ഞു. അജയ്, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ വീട് കത്തിക്കുകയും ഒരു ഹിന്ദു യുവാവായിട്ടുള്ള ഓട്ടോ ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന സംഭവമെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി ഹിന്ദു യുവാക്കൾ തുടർച്ചയായി കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം വിവാദ പ്രസ്താവനകൾ, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ആഹ്വാനങ്ങളും അതുപോലെ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ തിരിച്ച് പിൻവലിക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമാന സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഫ്സൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ബാർഗുണ 2 എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ 80% മുസ്ലിങ്ങളുള്ള രാജ്യത്തിൽ വേണ്ടത് ഖുർആൻ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർലമെന്ററി ഭരണമാണ്. ഈ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് ഖുർആൻ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാവിധികളാണ്. ഈ അത്തരം കാര്യങ്ങളും നടപ്പിലാക്കണം. അതുപോലെ ഈ ഹിന്ദുക്കളെ ഒന്നും തന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ള തരത്തിലുള്ള അവിടുത്തെ ജമാഅത്തെ നേതാവിന്റെ നിലപാട്. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.